മക്കൾ സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാർച്ച് മാസം പരീക്ഷക്കാലം. പക്ഷെ എന്റെ പൊന്നു മക്കൾസ്, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. കാരണം സൈലമുള്ളപ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കണം? നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ അടുത്ത എക്സാമിന് ഫിസിക്സിന് എങ്ങനെ മാർക്ക് നേടാനുള്ള ഒരു കുറുക്കു വഴി എന്ന് കേൾക്കുമ്പോൾ എന്റെ പൊന്നു മക്കൾസ് നിങ്ങൾ ഞെട്ടരുത്. നമുക്ക് ടോട്ടൽ എത്ര ചാപ്റ്ററുകൾ വരുന്നുണ്ട്? ആ ടോട്ടൽ ചാപ്റ്ററിൽ നിന്ന് എത്ര ഇക്വേഷൻ ഉണ്ട് നിങ്ങൾക്കറിയാമോ? ആ ടോട്ടൽ ചാപ്റ്ററിൽ നിന്ന് എത്ര എനർജി ചേഞ്ച് നിങ്ങൾക്കറിയാമോ? ആ ടോട്ടൽ ചാപ്റ്ററിൽ നിന്ന് എത്ര യൂണിറ്റുകൾ, എത്ര നിയമങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്റെ പൊന്നു മക്കൾസ്. അപ്പൊ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധമായ മനസ്സോടുകൂടി പരിശുദ്ധമായ വാക്കുകളിലേക്കും പരിശുദ്ധമായ സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ നിങ്ങൾ ശ്രദ്ധ. സംസാരിക്കുന്ന JK നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. മക്കളെ, അപ്പൊ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്താണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല്? ഏതായിരുന്നു നമ്മളെ ചാപ്റ്റർ? നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്, അല്ലെ? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്, ദ്രവബലങ്ങൾ എന്നാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങളാണ്. മൂന്നാമത്തെ ചാപ്റ്റർ ചലനവും ചലന നിയമങ്ങളും, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. നാലാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. ഇതാണ് നമ്മളെ ഫസ്റ്റ് വോളിയം, ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ടിനകത്ത് 3 ചാപ്റ്ററുകളാണ് വരുന്നത്. അതൊന്ന് വർക്ക് എനർജി പവർ, കറണ്ട് ഇലക്ട്രിസിറ്റി, തരംഗ ചലനം. ഈ എല്ലാ ചാപ്റ്ററിലൂടെ നമ്മൾ എല്ലാ ഇക്വേഷനിലും നമ്മൾ എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും മക്കൾസ് എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിനകത്ത് എത്ര ഇക്വേഷൻ വരുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മളെ ചാപ്റ്ററിന്റെ പേര് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, ദ്രവഫലങ്ങൾ. കമോൺ ഗൈസ്, യോ കമോൺ. അങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിത്രം കണ്ടാൽ ഉടനടി നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തണം. എന്താണ്? വെയിറ്റ് ഇൻ എയറും വെയിറ്റ് ഇൻ ലിക്വിഡ് ആണ്, അല്ലെ? അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും? ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഒന്നാമത്തെ ഇക്വേഷൻ ബൊയൻസി എന്ന് പറഞ്ഞാല് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്, അല്ലെങ്കിൽ വെയിറ്റ് ഇൻ വാട്ടർ, അതല്ലെങ്കിൽ വെയിറ്റ് ഇൻ ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറയാം, അല്ലെ? പ്ലവക്ഷമ ഫലം എന്ന് പറഞ്ഞാൽ വായുവിലെ ഭാരം ബൈ ദ്രവത്തിലെ ഭാരം, അല്ലെങ്കിൽ ജലത്തിലെ ഭാരം, അല്ലെങ്കിൽ ദ്രാവകത്തിലെ ഭാരം, വെള്ളത്തിലെ ഭാരം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിനകത്ത് ഓർത്തേക്ക്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇതിനകത്തുള്ള പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആ കുറുക്കു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. എന്റെ പൊന്നു മക്കൾസ്, എന്താണ് ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ വന്നു? ബൊയൻസി ഫോഴ്സ്, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ്, അതും അല്ലെങ്കിൽ എന്തായിരിക്കാം, വാട്ടർ എന്നൊക്കെ പറയാം. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ കൺഫ്യൂഷൻ വേണ്ട. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനത്തെ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഓർത്തേക്ക് എന്താണ്? ഒരു മുട്ട എന്ത് ചെയ്യുന്നു, വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്നു. മറ്റൊരു മുട്ട എന്ത് ചെയ്യുന്നു, സലൈൻ വാട്ടർ, സാൾട്ട് വാട്ടറിൽ നിന്ന് പൊങ്ങിക്കിടക്കുന്നു. അത് കാണുമ്പോ തന്നെ എന്റെ പൊന്നു മക്കൾസ് നിങ്ങൾ മനസ്സിനകത്ത് ഒരു സംഭവം ഓടിയെത്തിണ്ടാവും. എന്തായിരിക്കും? സാന്ദ്രത, ഡെൻസിറ്റി. അതെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. അപ്പൊ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യണം. അപ്പൊ പരീക്ഷയ്ക്ക് എന്തായാലും നമുക്ക് എന്ത് ചെയ്യും? ഒരു പ്രോബ്ലം വരും, ഒരു യൂണിറ്റ് വരും, ഒരു എനർജി ചേഞ്ച് വരും, ഒരു നിയമങ്ങൾ വരും, ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പ്രോബ്ലങ്ങൾ വരും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ്. അപ്പൊ ആദ്യത്തെ ഇന്നത്തെ കുറുക്കു വഴി നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തുന്നു. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനും നിങ്ങളെ മനസ്സിനകത്ത് പതിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്റെ വിശ്വാസം എന്നെ തന്നെ രക്ഷിക്കട്ടെ മക്കൾസ്. എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ റിലേറ്റീവ് ഡെൻസിറ്റി, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അല്ലെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഒരു ഭാഗത്ത് നിന്ന് F1 എന്നുള്ള ഫോഴ്സ് കൊടുത്താൽ രണ്ടാമത്തെ സൈഡില് F2 എന്നുള്ള ഫോഴ്സ് വരുന്നു. ഇവിടെ ഏരിയ, ഇവിടെ പരപ്പളവ് A1 ആണെങ്കിൽ ഇപ്പുറത്തെ പരപ്പളവ് A2. അങ്ങനെയെങ്കിൽ അത് ഏത് ഇക്വേഷൻ ആയിരിക്കും? നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ നോക്കിക്കോളൂ. ഏതാണ് ഇക്വേഷൻ? P is equal to F by A. 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. മർദ്ദം എന്ന് പറഞ്ഞാല് F by A, അല്ലെ? അതായത് വ്യാപക മർദ്ദം ബൈ, അല്ലെങ്കിൽ ത്രസ്റ്റ് ബൈ ഏരിയ എന്നൊക്കെ പറയുന്നു. ഇനി ഇതേ ഇക്വേഷനിൽ നമുക്ക് ഏരിയ 2 ട്യൂബുകൾ നമുക്ക് തന്നാൽ അവിടെ ഏരിയ A1 ഉണ്ടാവും, ഏരിയ A2 ഉണ്ടാവും. അപ്പൊ ഒരു ഭാഗത്ത് നമ്മൾ ഫോഴ്സ് കൊടുത്താൽ അത് F1 ഉം അപ്പുറത്ത് എത്ര ഫോഴ്സ് വരുന്നു, അത് F2. ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കൊടുത്താൽ അപ്പൊ F1 by A1 is equal to F2 by A2. ഇനി അതല്ലെങ്കിൽ F1 ആണ് നിങ്ങളോട് കാണാൻ പറയുന്നത് വിചാരിക്കുക. നിങ്ങൾ ആദ്യം എഴുതിയതാണ് F1. അപ്പൊ F1 ഈക്വൽ ടു A1 by A2. ഇവിടെ എന്ത് ചെയ്യാ? F2 കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഈസി.
ഇനി നിങ്ങളോട് F2 ആണ് കാണാൻ പറയുന്നത് വിചാരിക്കും. നിങ്ങൾ എഴുതിയപ്പോ ഏതാണ് F2. അതുകൊണ്ട് ഏറ്റവും മുകളിൽ എഴുതണം, A1 താഴെ, അപ്പൊ ഇവിടെ എന്ത് വരും F1. ഈ രണ്ട് ഇക്വേഷൻ ഓർത്തേക്ക്. അപ്പൊ എപ്പോഴും നമുക്ക് ഒന്നാമത്തെ പിസ്റ്റണില് ഒരു ഫോഴ്സ് കൊടുത്താൽ രണ്ടാമത്തെ പിസ്റ്റണിൽ എത്ര ഫോഴ്സ് വരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. F2 ഈസ് ഈക്വൽ ടു A2 ബൈ A1 ഇൻറ്റു F1. കറക്റ്റ് ആണല്ലോ മക്കൾസ്? കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ മക്കൾ. ഇതുകൊണ്ട് ഓർത്തേക്ക്. ഇതിന്റെ യൂണിറ്റുകളൊക്കെ നമ്മൾ വേറൊരു ക്ലാസ് നമ്മൾ പറയും. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിനകത്തുള്ള ഇക്വേഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ മൊത്തം കഴിഞ്ഞു. ഇപ്പൊ നോക്കൂ അല്ലേ, ആദ്യത്തെ ചാപ്റ്ററിൽ ആകെ 3 ഇക്വേഷൻ ഉള്ളൂ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻ ഓഫ് മോഷൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് വരുന്ന ഇക്വേഷൻ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് മക്കളെ. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇത് എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നൊക്കെ നമ്മൾ പിന്നീട് ചെയ്യും. അപ്പൊ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലെ, അല്ലെങ്കിൽ ത്വരണം എന്ന് പറഞ്ഞാൽ പ്രവേഗമാറ്റം ബൈ സമയം. A ഈസ് ഈക്വൽ ടു V മൈനസ് U ബൈ T. ഇത് നമ്മൾ മുന്നേ പഠിച്ചാണ്. അപ്പൊ അതൊന്നും ഇപ്പൊ ഇനി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ A ഈസ് ഈക്വൽ ടു ത്വരണം, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, T എന്ന് പറഞ്ഞാൽ സമയമാണ്, V എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം, U എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, T എന്ന് പറഞ്ഞാൽ സമയം. അപ്പൊ ത്വരണം കാണാൻ ഇക്വേഷൻ A ഈസ് ഈക്വൽ ടു V മൈനസ് U ബൈ T. അത് ഓർമ്മയിലുണ്ടാവുമല്ലോ അല്ലെ മക്കളെ, മറക്കരുത്. എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്ത വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയം അല്ലെ. ഇതും നമ്മൾ 8ാം ക്ലാസ് പഠിച്ച. അപ്പൊ ഇതിനൊന്നും ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ന്യൂട്ടൺസ് ചലന സമവാക്യങ്ങൾ, ന്യൂട്ടൺസ് ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ആ ന്യൂട്ടൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചലന സമവാക്യം എന്ന് പറഞ്ഞാല് നമുക്ക് എപ്പോഴും ഒരു മതിലോ അല്ലെങ്കിൽ ഒരു ഹൈറ്റ് എന്തെങ്കിലും തരും. എന്നിട്ട് അവിടുന്ന് ഒരു ബോൾ താഴത്തേക്ക് വിടുന്ന സമയത്ത്, താഴത്ത് എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എത്ര, മുകളിലുള്ള സമയത്ത് അതിന്റെ വെലോസിറ്റി എത്ര ആയിരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്ര, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ വന്നാൽ, അത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ വന്നാൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ആകില്ല എന്റെ പൊന്നു മക്കൾസ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇക്വേഷൻ V is equal to U plus AT, V square is equal to U square plus 2AS, S equal to UT plus half AT square. ഇവിടെ S എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ്, സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഹൈറ്റ് ഒക്കെ കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ S equal to UT plus half AT square. അവിടെ U എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി. ഇപ്പൊ ഈ ബോൾ മുകളിൽ നിൽക്കുന്ന സമയത്ത് അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ഈ ബോള് T സമയം കൊണ്ട് ഇവിടെ താഴത്ത് എത്തി. അപ്പൊ അതിന്റെ വെലോസിറ്റി എത്ര? അപ്പൊ നമുക്ക് V square is equal to U square plus 2AS വെക്കാം, അല്ലെങ്കിൽ V is equal to U plus AT വെക്കാം. അപ്പൊ ഇതിനകത്ത് A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, T എന്ന് പറഞ്ഞാൽ ടൈമാണ്, S ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂട്ടൺ ചലന സമവാക്യങ്ങളാണ് ഇതൊക്കെ, ന്യൂട്ടൺസ് ഇക്വേഷനുകളാണ് ഇതൊക്കെ. അപ്പൊ V is equal to U plus AT, V square is equal to U square plus 2AS, S equal to UT plus half AT square. അതാണ് നമ്മൾ ഇക്വേഷൻ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മക്കൾസ്, മറക്കരുത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ജസ്റ്റ് ഈ പിക്ചറുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് ഇതൊക്കെ എന്ത് ചെയ്യും, ഓടിയെത്തും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പിക്ചറുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മക്കളെ. അപ്പൊ നോക്കാം. അങ്ങനെയെങ്കിൽ ആ സെക്കൻഡ് ചാപ്റ്ററിനകത്തുള്ള ഇക്വേഷൻ നമ്മളത് തീർന്നു. ഇനി തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നതാണ് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമങ്ങളും അല്ലെ. അതാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ആദ്യത്തെ പിക്ചർ കണ്ടാൽ, ഇത് കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ടത് എന്താണ്, ഇത് ഇവിടെ ചെന്ന് ഇടിക്കുന്നു അല്ലെ. അങ്ങനെ ഇടിച്ചാൽ മൊമെന്റം ആക്കം P is equal to M into V. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മൊമെന്റം അല്ലെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ ആണ് മൊമെന്റം is equal to മാസ് ഇൻറ്റു വെലോസിറ്റി. ആക്കം സമം മാസ് ഇൻറ്റു പ്രവേഗം. അതിനെ നമ്മൾ P is equal to mv എന്നൊക്കെ എഴുതുക. ഇതൊക്കെ നിങ്ങൾ പഠിച്ചാണ്. അപ്പൊ ഞാൻ ഈ ഓരോ ഇക്വേഷനും ഓരോ ചാപ്റ്റർ വൈസ് പോകുമ്പോൾ നിങ്ങളെ മനസ്സിനകത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ ഓടിയെത്തും, മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ ഓടിയെത്തും. അതുകൂടിയാണ് ഇതിനകത്തൊരു ട്രിക്ക്. ഇനി ലോസ് ഓഫ് അല്ലെ, നമുക്ക് ആക്ക സംരക്ഷണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ള ഭാഗത്ത് നമുക്ക് വരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന ഇക്വേഷൻ, ഒരു ബോൾ മറ്റൊരു ബോളിനെ ചെന്നിടിക്കുന്നു. അപ്പൊ ആദ്യമാക്കും അന്ത്യമാക്കും അങ്ങനെയൊക്കെ വരുന്ന സമയത്തുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് M1 V1 plus M2 VT is equal to M1 U1 plus M2 U2. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയത് കുഴപ്പമൊന്നുമില്ല കേട്ടോ മക്കളെ. അപ്പൊ ഇതാണ് ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ആക്ക സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട
അപ്പൊ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വരും. ചിലപ്പോൾ പ്രോബ്ലത്തിന് പകരം തിയറി പാർട്ട് ആയിരിക്കും. പക്ഷെ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം മക്കളെ. ഈ ഇക്വേഷന്റെ ഒക്കെ പ്രോബ്ലങ്ങൾ നമ്മൾ എന്താ അറിയോ, ഇനി വരാനിരിക്കുന്ന പരീക്ഷന്റെ തലേന്ന് നമ്മളൊരു മാരത്തോൺ ലൈവ് ഒക്കെ ഉണ്ടായിരിക്കും. അതിനകത്ത് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ഇക്വേഷൻ വെച്ചുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഇതേപോലത്തെ കട്ട സപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ അടുത്ത ഇക്വേഷനിലേക്ക് കടക്കുമ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്റെ പൊന്നുമക്കൾസ് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇടിച്ച് തെറിപ്പിക്കുന്നു അല്ലെ. കുറഞ്ഞ സമയത്തില് വലിയൊരു ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇമ്പൾസ് എന്ന് പറയാ. ആവേഗം കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു ബലം കൊടുക്കുന്നു. അപ്പോ ആവേഗ സമം ബലം ഇൻറ്റു സമയം, ഫോഴ്സ് ഇൻറ്റു ടൈം എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ I=F×T ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ നോക്കൂ, അപ്പൊ ഇങ്ങനത്തെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മനസ്സിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പിക്ചർ ഒരു ഇക്വേഷൻ, ഒരു പിക്ചർ ഒരു ഇക്വേഷൻ വന്നത്. ഇനി അടുത്ത് നോക്കൂ, നമ്മൾ ധോണി അതാ ബോൾ പിടിക്കുന്നു. ഇത് ഏത് നിയമമായിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ വേണ്ട. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ് വരുന്നത് അല്ലെ, ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമങ്ങളാണ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിൽ എന്ത് ചെയ്യുന്നു, കൈ പുറകോട്ട് വലിക്കുന്നു. അപ്പൊ അവിടെ എഫുമായി F=ma എന്നുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ, അതാണ് നമ്മളെ അടുത്തൊരു ഇക്വേഷൻ. F=ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, മുന്നേ പഠിച്ച V-u/t എന്ന് എഴുതാം. അപ്പൊ F=mv-u/t ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ വരുന്നത് എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഇക്വേഷൻ നമ്മൾ പരിചയപ്പെടുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഇക്വേഷൻ നോക്കുക. ചിത്രം കണ്ടാൽ ഉടനടി നിങ്ങളെ മനസ്സിനകത്ത് എന്ത് ചെയ്യണം, ഇക്വേഷൻ. ധോണി ബോൾ പിടിക്കുന്നു, F=ma അല്ലെങ്കിൽ F=mv-u/t. ആ ഇക്വേഷൻ നിങ്ങളെ മനസ്സിൽ. ഒരാൾ ഇടിക്കുന്നു, ഇമ്പൾസ് I=F×T അങ്ങനെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ബോൾ ഒരു കയറിൽ കെട്ടി ഇങ്ങനെ കറക്കുന്നു അല്ലെ, സർക്കുലർ മോഷൻ, വർത്തുള ചലനമാണ്. ആ വർത്തുള ചലനം എന്ന് കേട്ടാൽ F=mv²/r. ഇവിടെ r എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആരമാണ്. ആ വൃത്തത്തിന്റെ ആരമാണ് റേഡിയസ്. v എന്ന് പറഞ്ഞത് എത്ര വേഗതയിൽ കറങ്ങുന്നു. ഇനി ആ ഒരു കല്ലിന്റെ മാസ് എത്രയാണ്. ഇനി അങ്ങനെയുള്ള ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം കാണാൻ പറഞ്ഞാൽ Fc=mv²/r. മക്കൾ സി ഇക്വേഷൻ ഓർത്തേക്ക്. എന്താണ് Fc= എന്താണ്, mv²/r. ഇതാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിനകത്ത്. അപ്പൊ ചിത്രം കണ്ടാൽ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻ ഓടിയെത്തുന്നു. അടുത്തത് ഒരു തോക്ക് ഉപയോഗിച്ച് നമ്മൾ വെടിവെക്കുന്നു അല്ലെ. വെടിവെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു. അതിന്റെ ഫലമായിട്ട് ഈ തോക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ ഗൺ എന്ത് ചെയ്യുന്നു, പിറകോട്ട് വരുന്നു അല്ലെ. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്ന പേരെന്തായിരുന്നു, റീകോയിൽ വെലോസിറ്റി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഒരേപോലെ തന്നെ റീകോയിൽ വെലോസിറ്റി എന്നാണ്. ആ റീകോയിൽ വെലോസിറ്റി ന്യൂട്ടന്റെ തേർഡ് ഇക്വേഷൻ, ആക്ഷനും റിയാക്ഷനും അങ്ങനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി പറയാം. അപ്പൊ അതിന് ഈ തോക്ക് പിറകോട്ട് പോകുന്നതിന്റെ വെലോസിറ്റി, അപ്പൊ ഈ തോക്ക് പുറകോട്ട് പോകുന്ന വെലോസിറ്റിയാണ് ക്യാപിറ്റൽ വി. ഈ ബുള്ളറ്റിന്റെ വെലോസിറ്റിയാണ് സ്മോൾ ലെറ്റർ വി. ഈ തോക്കിന്റെ മാസാണ് ക്യാപിറ്റൽ എം. ഇനി ബുള്ളറ്റിന്റെ മാസാണ് സ്മോൾ ലെറ്റർ എം. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്, V=mv/M. ഈ മൈനസ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇപ്പുറത്തോട്ട്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ. അതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ V=mv/mv/M ഓർത്തേക്കുക. ഇതാണ് നമുക്ക് ആ ഒരു ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇത്ര ഇക്വേഷൻ വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് വോളിയത്തിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം എന്നുള്ള ചാപ്റ്ററിനകത്തുള്ള പ്രോബ്ലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഏതൊക്കെയാ നോക്കാം. ചിത്രം കണ്ടാൽ ഉടനടി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷൻ വരണം. ദാ പറഞ്ഞോളൂ. M1 M2 d അകലത്തിലാണ്. രണ്ട് വസ്തുക്കളുടെ മാസും എത്ര അകലെയുണ്ട്. അങ്ങനെയെങ്കിൽ F=g M1 M2/d². ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം അല്ലെ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ദാ ഇക്വേഷൻ. അപ്പൊ F=g M1 M2/d². ഒന്നാമത്തെ വസ്തുവിന്റെ മാസ്, രണ്ടാമത്തെ വസ്തുവിന്റെ മാസ്, ഇനി അവ തമ്മിലുള്ള അകലം d. അതാണ് നമ്മൾ ഇക്വേഷൻ. കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ല മക്കളെ. അങ്ങനെയെങ്കിൽ അടുത്ത ഇക്വേഷൻ നോക്ക്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തു ഉണ്ട് വിചാരിക്കുക. ദാ ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഒരു ആപ്പിൾ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെയുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ F=g M/r². ഇവിടെ r എന്ന് ഉദ്ദേശിക്കുന്നത് ഇതായിരിക്കും നമ്മൾ r.
ഇതാണ് സ്മോൾ അറ്റം, ഭൂമിയുടെ മാസാണ് ക്യാപിറ്റലും. ഇനി ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ഭൂഗുരുത്വാകർഷണ സ്ഥിരാങ്കം 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അങ്ങനെയുള്ള ഇക്വേഷൻ ഒക്കെ വരുന്നു. അങ്ങനെയെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലാണ്, സർഫസ് ഏരിയയിലാണ് ഒരു വസ്തു നിൽക്കുന്നതെങ്കിൽ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F G m1 m2 by d square പകരം ക്യാപിറ്റൽ G ക്യാപിറ്റൽ M സ്മോൾ ലെറ്റർ m by r സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. കറക്റ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത് ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിൽ വരേണ്ട എന്താണ്? ഈ ചിത്രം കണ്ട ഇതാണ് പോളാർ റീജിയൻ അല്ലേ? നോർത്ത് പോളും അതേപോലെ തന്നെ സൗത്ത് പോളും എന്നൊക്കെ പറയും അല്ലെ. ഇക്വറ്റോറിയൽ റീജിയനും അതേപോലെ തന്നെ പോളാർ റീജിയനും ഇവിടെ ആയിരിക്കും നമുക്ക് 9.8 ഒക്കെ വരുന്നത്. ഇവിടെ 9.7 വരുന്നത് അല്ലെ. അപ്പൊ ഭൂമിയിലെ ജിയുടെ വാല്യൂ സ്മോൾ ലെറ്റർ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം എന്നൊക്കെ പറയും അല്ലെ. അത് കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് സ്മോൾ ലെറ്റർ ജി ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M by ക്യാപിറ്റൽ R സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്തേക്കുക. ഇതിൽ വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ 9.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അങ്ങനെയൊക്കെ വരുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ 10 ഒക്കെ ആയിട്ട് എടുക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ജിയുടെ വാല്യൂ കണ്ടെത്താൻ ഇക്വേഷൻ ഏതാന്ന് വെച്ചാൽ ഇനി ഒരു കൺഫ്യൂഷനും പാടില്ല. ഏതായിരിക്കണം? സ്മോൾ ലെറ്റർ G ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M by R സ്ക്വയർ. കറക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ചിത്രം നോക്കൂ. ഒരു വസ്തുവിന്റെ കറക്റ്റ് ഭാരം വെയിറ്റ് കാണാൻ പറഞ്ഞാൽ അത് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചാണ് കണ്ടെത്തുക. അങ്ങനെയെങ്കിൽ നമ്മൾ ഇക്വേഷൻ F mg, ശരിക്കും യഥാർത്ഥത്തിൽ F ma എന്നുള്ള ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ എ ആണ് എന്തായിട്ട് മാറുന്നത്? ജി ആയിട്ട് മാറുന്നത്. കാരണം ഭൂമി എല്ലാ സമയത്തും എന്ത് ചെയ്യുന്നു? ഇതിനെ ആകർഷിക്കുന്നു. അപ്പൊ ഇതിന്റെ കറക്റ്റ് വെയിറ്റ് എത്രയാണെന്ന് കണ്ടെത്താൻ പറഞ്ഞാൽ മാസ് ഗുണിക്കണം 9.8 അല്ലെ. അതായത് F mg. അപ്പൊ ഭാരം കണ്ടെത്താനുള്ള സമവാക്യം ഇക്വേഷൻ ഏതാന്ന് വെച്ചാൽ ഇനി ഒരു കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇത്രയും ഇക്വേഷൻ ഉള്ളു ഈ ചാപ്റ്ററിനകത്ത്. അപ്പൊ നമ്മളെ ഫസ്റ്റ് വോളിയത്തിലെ 4 ചാപ്റ്ററിനകത്തുള്ള ടോട്ടൽ ഇക്വേഷൻ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മക്കളെ. ഇപ്പൊ അതൊക്കെ നിങ്ങളെ മനസ്സിനകത്ത് ഓടിയെത്തിയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ സെക്കൻഡ് വോളിയത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ വർക്ക് എനർജി പവർ, പ്രവൃത്തി ഊർജം അല്ലെ, പവറും അല്ലെ. അത് നമുക്ക് പവറോട് കൂടിയാണ് പഠിക്കും. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എല്ലാ മക്കൾസിനും പൊതുവെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വർക്ക് എനർജി പവർ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരു ചിത്രം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മേശ തള്ളുന്നു. അപ്പൊ ഇവിടെ തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഇയാൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ അവിടെ പ്രവൃത്തി വർക്ക് കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക. എന്താണ് നമ്മളെ സമവാക്യം? W F × S. W F × S. ഇനി ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നു. ഈ ടേബിൾ നമ്മൾ മുകളിലേക്ക് ഉയർത്തുന്നു വിചാരിക്കുക. അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയർത്തിയാൽ H ഭൂമിക്കെതിരെയാണ്. അപ്പൊ G വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഇക്വേഷൻ വേറൊന്ന് കിട്ടുന്നു. വർക്ക് കാണാനുള്ള ഇക്വേഷൻ W mgh. ഞാൻ എന്റെ ഫോൺ മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പൊ W mgh. ബാഗ് ഞാൻ മുകളിലേക്ക് ഉയർത്തുന്നു. W mgh. തലയിൽ വെയിറ്റ് വെച്ച് ഞാൻ ഒരു സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് കയറുന്നു. W mgh. നേരെ മറിച്ച് എന്ത് ചെയ്യുന്നു? ടേബിൾ പുഷ് ചെയ്യുന്നു അല്ലെ. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെന്തെങ്കിലും വല്ല അലമാര നമ്മൾ തള്ളുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? W F × S. അപ്പൊ ഈ രണ്ട് ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിനകത്ത് ഓടിയെത്തും. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് എനർജിയിൽ 2 ഇക്വേഷൻ പഠിക്കാൻ. K ½ mv². സ്പീഡിൽ പോകുന്നു, ഒരു കാർ സ്പീഡിൽ പോകുന്നു. അപ്പൊ അതിന്റെ എനർജി കാണാൻ K ½ mv². ഒരു വസ്തു വളരെ മുകളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടുത്തെ എനർജി കാണാൻ U mgh. അപ്പൊ ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയും മറ്റൊന്ന് എന്താണ്? കൈനറ്റിക് എനർജിയും. സ്ഥിതികോർജവും വൈദ്യുതോർജവും. ഇത് സ്ഥിതികോർജമാണ്. ഇതെന്താണ്? ഗതികോർജമാണ്. ഏതായിരിക്കണം? ഗതികോർജം. കൈനറ്റിക് എനർജി. അപ്പൊ ഈ 2 സമവാക്യങ്ങൾ മനസ്സിലോടെത്തുക. അങ്ങനെയെങ്കിൽ ആ ചാപ്റ്ററിനകത്ത് പവർ വർക്ക് ബൈ ടൈം ആണ്. പവർ വർക്ക് ബൈ ടൈം. നമ്മൾ എത്രത്തോളം സമയത്തിനുള്ളിൽ എത്ര വർക്ക് ചെയ്തു അങ്ങനെ കാണാനുള്ള ഇക്വേഷൻ പവർ. പവറിന്റെ യൂണിറ്റ് ഒക്കെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലുണ്ട് അല്ലെ. അവിടെ നമുക്കൊരു പ്രവൃത്തി ഊർജ തത്വം, വർക്ക് എനർജി പ്രിൻസിപ്പിൾ വരും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് ഒരു വർക്ക് എനർജി പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ. ഈ ഇക്വേഷൻ ഓർത്തേക്കണം. അതായത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ W ½ mv² - ½ mu² അല്ലെ. നമ്മൾ സാധാരണ U² ആണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. ½ mv² - ½ mu².
അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തേക്ക് കേട്ടോ മക്കളെ. അപ്പൊ അതാണ്. അപ്പൊ ആ ഒരു വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിനകത്ത് വളരെ കുറച്ച് ഇക്വേഷൻ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിനകത്തുള്ള പ്രോബ്ലങ്ങളൊക്കെ എന്റെ പൊന്നു മക്കൾസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റി, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഞാനിത് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം നമുക്ക് 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഈ കറണ്ടുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്ന ഓരോ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ കറണ്ട് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ബൈ ടൈം ടേക്കൺ ആണ് അല്ലെ. അതായത് കറണ്ട് എന്ന് പറഞ്ഞാല് ചാർജുകളുടെ പ്രവാഹം അല്ലെങ്കിൽ ചാർജിന്റെ അളവ്, ക്വാണ്ടിറ്റി അളവ്, ചാർജ് വൈദ്യുത ചാർജിന്റെ അളവാണ് അല്ലെ, ബൈ എത്ര സമയം, ഒരു യൂണിറ്റ് സമയത്തിൽ എത്ര ചാർജുകൾ ഒഴുകുന്നു അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കറണ്ട് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ബൈ ടൈം ടേക്കൺ എന്ന് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ഐ ഈസ് ഈക്വൽ ടു ക്യുറ്റ്, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇതിന്റെ യൂണിറ്റ്, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ, കൂളോമിന്റെ യൂണിറ്റ് ചാർജിന്റെ യൂണിറ്റ് കുളോം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ ആണ് തോർത്ത് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഈസി ആയിരിക്കും. അടുത്ത നമുക്ക് ഓം നിയമപ്രകാരമുള്ള ഒരു ഇക്വേഷൻ ആണ് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ആർ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഇക്വേഷൻ ഏതാണ്? ആർ ഈസ് ഈക്വൽ ടു ഓം നിയമപ്രകാരം. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ, അയ്യർ വെജിറ്റേറിയൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇതിനകത്ത് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പിരമിഡ് ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പൊ ഓംസ് ലോ പ്രകാരം ആർ ഈസ് ഈക്വൽ ടു വി ബൈ, ആർ ഈസ് ഈക്വൽ ടു വി ബൈ. അപ്പൊ ആർ എന്താണ്? പ്രതിരോധം, റെസിസ്റ്റൻസ്, വി വോൾട്ടേജ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, ഐ കറണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ കറക്റ്റ് റെസിസ്റ്റൻസ് കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ആർ ഈസ് ഈക്വൽ ടു റോ. ഇത് നമ്മൾ എന്താ പറയാ? റോ എന്നാണ് പറയുക. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി എന്നാണ് അർത്ഥം. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. ഒന്നുമില്ല, ഈ റോ നിർത്തുമ്പോൾ ആർ എ മുകളിലേക്ക് പോകും, എൽ താഴത്തേക്ക് വരും. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ റോ ഈസ് ഈക്വൽ ടു എ മുകളിലേക്ക് പോകുന്നു, അപ്പൊ ആർ എ ബൈ എൽ. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. മക്കളെ കറക്റ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലേ? നമ്മൾ പറഞ്ഞപ്പോ ഏറ്റവും 6ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി. നിങ്ങൾ ആലോചിക്കും, ഇനി ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ, അതുകൂടി കഴിഞ്ഞ് നമ്മൾ ടോട്ടൽ ഇക്വേഷൻ എത്രയായി അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയെങ്കിൽ നോക്ക്, ഈ ചാപ്റ്ററിനകത്ത് അത്തരം ഇക്വേഷൻ വരുന്നു. ഇനി ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ തരംഗ ചലനം, വേവ് മോഷൻ എന്നാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര്. പൊതുവെ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തോന്നുന്നു കുട്ടികൾക്ക്. നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം, അടുത്ത ഓരോ വീഡിയോയിൽ നമ്മൾ കൂടുതൽ കണ്ടന്റ് വീഡിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ചാനലുകളിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് ഈ തരംഗ ചലനം എന്നുള്ള ചാപ്റ്ററിനകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇക്വേഷൻ കുറിച്ച് പഠിക്കണം. ഏതൊക്കെയാണ് ഇക്വേഷൻ? ആദ്യത്തെ ഫ്രീക്വൻസി ഹെർട്സ്, നമ്പർ ഓഫ് വൈബ്രേഷൻ അല്ലെ, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓസിലേഷൻ, കമ്പനങ്ങളുടെ എണ്ണം ബൈ സമയമാണ്. ഒരു യൂണിറ്റ് സമയത്തിൽ എത്ര കമ്പനം ഉണ്ടാവുന്നു അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീക്വൻസി എന്ന് പറയുക. അപ്പൊ എഫ് ഈക്വൽ ടു എൻ ബൈ ടി. ഇനി ടൈം കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയും അല്ലെ, അതുകൊണ്ട് നമുക്ക് എഫ് ഈക്വൽ ടു 1 ബൈ ടി, ഇൻവേഴ്സിലി പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് എഫ് ഈക്വൽ ടു 1 ബൈ ടി, എഫ് ഈക്വൽ ടു എൻ ബൈ ടി. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വേവ്സിന്റെ എണ്ണം തരും, എന്നിട്ട് അതിന് ടൈമും തരും, എന്നിട്ട് നിങ്ങളുടെ ഫ്രീക്വൻസി കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അത്രേ ഉള്ളൂ, അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഇക്വേഷൻ, അപ്പൊ ഈ വേ മോഷൻ, തരംഗ ചലനം എന്നുള്ള ചാപ്റ്ററിനകത്ത് ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ എഫ് ഈക്വൽ ടു എൻ ബൈ ടി, എഫ് ഈക്വൽ ടു എൻ ബൈ ടി, അതല്ലെങ്കിൽ എഫ് ഈക്വൽ ടു 1 ബൈ ടി എന്നുള്ള ഇക്വേഷൻ. ഇനി ഒരു തരംഗം കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഒരു വേവിന് വേണ്ട ലെങ്ത്, അതാണ് വേവ് ലെങ്ത്. അതിനെയാണ് നമ്മൾ ലാംഡ എന്ന് പറയാ. ഒരു സെക്കൻഡിനുള്ളിൽ 5 വേവ്സ് ഉണ്ടെങ്കിൽ 5 ഫ്രീക്വൻസി എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ എഫ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി, അങ്ങനെ ഇതിന്റെ സ്പീഡ്, വേഗത, വെലോസിറ്റി എത്രയായിരിക്കും, അതാണ് വി. അങ്ങനെ വി ഈക്വൽ ടു എഫ് ലാംഡ. അപ്പോ നമുക്ക് സ്പീഡ് ഉപയോഗിച്ച് കണ്ടെത്താന് അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ എന്താണ്, വി ഈക്വൽ ടു എഫ് ലാംഡ, വി ഈക്വൽ ടു എഫ് ലാംഡ. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത്, വേവ് മോഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് അധികം പ്രോബ്ലങ്ങളൊന്നും വരില്ല. വേവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രീക്വൻസി കാണുക, അല്ലെങ്കിൽ വെലോസിറ്റി കാണുക, അല്ലെങ്കിൽ തരംഗദൈർഘ്യം കാണുക, ആംപ്ലിറ്റ്യൂഡിന്റെ ഹൈറ്റ് അല്ലെ, ഹൈറ്റ് ആണ്, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇക്വേഷനൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊക്കെ വരുള്ളൂ. അപ്പൊ അതൊന്നും ആർക്കും മക്കളെ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പൊ ഈ വി ഈക്വൽ ടു എഫ് ലാംഡ. ഇനി അടുത്തെന്ന് പറഞ്ഞാല്, ഞാൻ ഇവിടുന്ന് ഒരു ശബ്ദം ഉണ്ടാക്കുന്നു വിചാരിക്കുക, അപ്പൊ ദൂരെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു, അതിനെ നമ്മൾ എക്കോ പ്രതിധ്വനി എന്നൊക്കെ പറയാം. ആ ഒരു ശബ്ദം അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പൊ 2 സമയം എന്ത് ചെയ്യുന്നു, ശബ്ദം സഞ്ചരിക്കുന്നു. ആദ്യ ശബ്ദം ഇവിടെ പോയി തട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കേസിൽ 2D എന്ന് കൊടുത്തില്ലേ, കണ്ടില്ലേ,
2 ഡിസ്റ്റൻസ്. അപ്പൊ സ്പീഡ് കാണാം. അപ്പൊ എന്താണ് എക്കോ ഒക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്താൽ മതി. പക്ഷെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ എന്താ ചെയ്യാം, v ഈസ് ഈക്വൽ ടു 2d/t. അതായത് ശബ്ദം അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നു. അങ്ങനെയെങ്കിൽ അതിന്റെ ആ ഡിസ്റ്റൻസ് എത്രയാ, അങ്ങനെയുള്ള ക്വസ്റ്റൻ ഒക്കെ വരും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, v ഈസ് ഈക്വൽ ടു 2d/t. v ഈസ് ഈക്വൽ ടു 2d/t. അപ്പൊ നോക്കൂ, വേവ് മോഷൻ എന്നുള്ള ചാപ്റ്ററിനകത്ത് ഇത്ര ഇക്വേഷൻ ഉള്ളൂ. അപ്പൊ എന്റെ മക്കളെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് 7 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ടോട്ടൽ വരുന്നത് 37 ഇക്വേഷൻ ആണ്. നമുക്ക് 7 ചാപ്റ്ററിൽ നിന്ന് ടോട്ടൽ വരുന്ന ഇക്വേഷൻ എത്ര, 37 ഇക്വേഷൻ. ഈ 37 ഇക്വേഷൻ നിങ്ങളെ മനസ്സിനകത്ത് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്തു, നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തി. ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിനകത്ത് എന്ത് ചെയ്യും, തങ്ങി നിൽക്കും. ചില ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങളെ മനസ്സിനകത്ത് ഇക്വേഷൻ തങ്ങി നിൽക്കണം. അതാണ് നമ്മൾ ഈ ഒരു കുറുക്കുവഴി അല്ലെങ്കിൽ ട്രിക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോട്ടൽ ചാപ്റ്റർ 7 ചാപ്റ്ററിനകത്ത് നമുക്ക് ടോട്ടൽ എത്ര ഇക്വേഷൻ ഉണ്ട്, 37 ഇക്വേഷൻ ആണ്. ആ 37 ഇക്വേഷൻ പിക്ചർ വൈസ് ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്റെ പൊന്നു മക്കൾസ്, നിങ്ങളെ മനസ്സിനകത്ത് അത് തങ്ങി നിൽക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഒരു 2-3 പ്രാവശ്യം എന്റെ പൊന്നു മക്കൾസ് നിങ്ങളിത് കാണണം. അപ്പൊ അടുത്ത എക്സാമിന് മുന്നേ ഇനിയും നമ്മൾ എന്ത് ചെയ്യുന്നു, കുറെ വീഡിയോമായി ഞങ്ങൾ എന്ത് ചെയ്യും, ലൈവിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ സൈലത്തിന്റെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, കാണണം. അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കുകളും നിങ്ങളുടെ ഓരോ കമന്റുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും വളരെ പ്രിയപ്പെട്ടതാണ്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത മാരത്തോൺ ലൈവിലൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഓടിയെത്തണം. നമുക്ക് ഈ ഓരോ ഇക്വേഷൻ വെച്ച് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് പ്രോബ്ലങ്ങൾ നമ്മൾ ചെയ്യും. ഇനി ഇത് മാത്രമല്ല, ഈ ചാപ്റ്ററിനകത്ത് 7 ചാപ്റ്ററിനകത്ത് നമുക്ക് ടോട്ടൽ യൂണിറ്റുകൾ നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യും. അതേപോലെ തന്നെ എന്ത് ചെയ്യും, ടോട്ടൽ കണ്ടന്റുകൾ, അതോടൊപ്പം തന്നെ ടോട്ടൽ ഇക്വേഷൻ, യൂണിറ്റ്, എനർജി ചേഞ്ച്, അല്ലെ, അതേപോലെ തന്നെ നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇനിയും വരും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് മക്കൾസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് സാറേ ഞങ്ങൾക്ക് ഈ ഒരു ഭാഗമായാണ് ബുദ്ധിമുട്ടാണ്, ആ ഒരു ഭാഗത്തിന്റെ കണ്ടന്റ് വീഡിയോ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുക, വളരെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ വീഡിയോകളുമായിട്ട് വരും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ സ്നേഹം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അതോടൊപ്പം തന്നെ നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തുക. താഴെ ഏത് ഏരിയ ആണ് വേണ്ടത് മക്കൾ, അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, മടി കാണിക്കാതെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് താഴെ കമന്റുകൾ ഇടുക. ഞങ്ങൾ ആ വീഡിയോകളൊക്കെ ചെയ്യും. ഏത് പ്രോബ്ലം ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ആ പ്രോബ്ലങ്ങൾ ഞങ്ങൾ ചെയ്യും. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടായിരിക്കും, സൈലം ഉണ്ടായിരിക്കും. അടുത്ത പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ നിങ്ങൾക്ക് പറ്റും. അതിന് ഞങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.